രഞ്ജിത്ത്, അധിക പേരും ഈ ഒരു വിലക്കയറ്റം അല്ലെങ്കിൽ 3 രൂപ വർദ്ധിച്ച കാര്യം അറിയാതെയാണ് പമ്പിലേക്ക് എത്തുന്നത്. പലരും ഈ ഒരു സാഹചര്യം, അതായത് 3 രൂപ കൂടി എന്ന രീതിയിൽ പെട്രോൾ അടിക്കാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമില്ല. നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. ചേട്ടാ, വില കൂട്ടി, 3 രൂപ കൂടി. ഓട്ടോക്കെ ബുദ്ധിമുട്ടാണ്, ഇപ്പോഴേ ബുദ്ധിമുട്ടാണ്. എന്നാലും ഇന്ത്യയുടെ സാഹചര്യം അനുസരിച്ച് വില കൂട്ടിയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് പരാതിയൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാ, അത്രേ ഉള്ളൂ. സാധനങ്ങളുടെ വിലയും കൂടി കൂടും. സാധനങ്ങളുടെ വില കൂടും, അതെന്തായിരുന്നാലും കൂടുമല്ലോ, കൂടായിരിക്കുമല്ലോ. എന്തായിരുന്നാലും നാടുക്കൊപ്പം ജീവിച്ചു പോവുക, അത്രേ ഉള്ളൂ. അത്തരത്തിലാണ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ വില കൂടി എന്നതിന്റെ പേരിൽ ഡീസലും പെട്രോളും അടിക്കാതെ മുന്നോട്ട് പോകാനൊരു സാഹചര്യം നമുക്ക് നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുക എന്നല്ലാതെ ഈ ഒരു മറ്റ് വഴികളൊന്നും ഇല്ല എന്നുള്ളതാണ് രഞ്ജിത്ത് പ്രധാനമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേട്ടാ, സമയമില്ലാത്ത ആൾക്കാരൊക്കെയാണ്. നമുക്കറിയാം, കഴക്കൂട്ട മേഖലയിലാണ് നമ്മളുള്ളത്. ഇവിടെ പ്രധാനമായും IT ഹബ്ബ് കൂടി ആയതുകൊണ്ട് തന്നെ വളരെ തിരക്ക് പിടിച്ചൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എത്തുന്നവരെല്ലാം പെട്രോൾ അടിക്കുന്നു, ഡീസൽ അടിക്കുന്നു. നമ്മളെ വാർത്ത പോലും വന്നിട്ട് അധിക സമയമായിട്ടില്ല. അതുകൊണ്ട് പമ്പിലേക്ക് എത്തുമ്പോഴാണ് പലരും ഈ ഒരു സംഭവം അറിയുന്നത് തന്നെ, 3 രൂപയുടെ വ്യത്യാസം. പക്ഷേ വന്നതിന്റെ പേരിൽ ഈ ഒരു വില വർദ്ധിച്ചതിന്റെ പേരിൽ അടിക്കാതെ പോകാനും കഴിയില്ല.